മോദിയെ കടത്തിവെട്ടുകയാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി തന്നെ. മോദിയല്ല, ഞാനാണ് ഇവിടുത്തെ ജനപ്രതിനിധി, ഞാനാണ് ഇവിടുത്തെ മന്ത്രി, മോദി അല്ല എന്ന രൂപത്തിലാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്റെ മണ്ഡലമായ നാഗ്പൂരിൽ പറഞ്ഞതും പ്രവർത്തിക്കുന്നതും. അതിന് ഉത്തമ ഉദാഹരണമാണ് മോദിയുടെ പോസ്റ്ററുകളോ ഫ്ലെക്സ് ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതും. സത്യം പറഞ്ഞാൽ നാഗ്പൂരുകാർക്ക് മോദി കാ പരിവാർ ഇല്ല, പകരം ഗഡ്കരി കാ പരിവാർ മാത്രം. അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും JP നദ്ദയൊക്കെ അടക്കമുള്ളവർ തയ്യാറാക്കിയ പ്രകടന പത്രിക കീറി എറിഞ്ഞുകൊണ്ട് നാഗ്പൂർ മണ്ഡലത്തിന് മാത്രമായ ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ ഗഡ്കരി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ ഗഡ്കരി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് അനധികൃത ചേരികളിൽ താമസ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകി ഉടമസ്ഥാവകാശം നൽകുന്നതിനും പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളതുമൊക്കെയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഉറപ്പ് കൂടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി പോലെയല്ല, നിതിൻ ഗഡ്കരിയുടെ ഗ്യാരണ്ടിയാണിത്. നഗരത്തിലെ ചേരിയിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും 600 വീടുകൾക്ക് ഉടമസ്ഥാവകാശവും നൽകിയെന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മോദിയുടെ ചിന്തയ്ക്ക് നേർ വിപരീതമാണിത്. ഡൽഹിയിലെയും ബോംബെയിലെയും ചേരികൾ അടച്ചുപൂട്ടി വിദേശികൾ വരികയാണെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കൊണ്ട് മറച്ചു വെച്ചിരുന്ന മോദിക്ക് മുൻപിലേക്കാണ് ചേരികളിൽ ഉള്ളവർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഗഡ്കരി പറയുന്നത്. ഇതോടൊപ്പം തന്നെ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ മോദി മുഖം വീണ്ടും മങ്ങിപ്പോവുകയാണ്. അതിന് കാരണം 2019 പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ജോലികൾ നടപ്പിലാകാതെ പോയത് കൊണ്ടാണ് വീണ്ടും പുതിയ പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ട് അതിൽ വീണ്ടും ഉറപ്പു നൽകേണ്ടി വരുന്നത്, അതും ഗഡ്കരിക്ക്. 1 ലക്ഷം തൊഴിലെന്നാണ് ഗഡ്കരി പറയുന്നത്. മോദി നൽകാതെ പോയത് ഞാൻ തരും എന്ന തരത്തിലായിരുന്നു ഗഡ്കരിയുടെ വാഗ്ദാനവും. അതിനായി വിദർഭ മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. കൂടാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100 പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ളവ നവീകരിക്കുകയും ബിസിനസ്സുകാർ, കർഷകർ, ധാന്യ കച്ചവടക്കാർ, എണ്ണ കച്ചവടക്കാർ എന്നിവർക്കായി ആധുനിക വിപണികൾ തുറക്കുകയും ചെയ്തു. ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കും. ലോജിസ്റ്റിക് പാർക്കുകൾ നിർമ്മിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ ഓറഞ്ച് വിപണിയായ നാഗ്പൂർ നഗരത്തിലെ വീടുകളിൽ 25 ലക്ഷം ഓറഞ്ച് തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നൊക്കെ ഗഡ്കരി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും മോദിക്കും അപ്പുറത്ത് മറ്റൊരു നേതാവ്.